ിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ലഭിച്ച സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കാം. കഴിഞ്ഞ 3 ദിവസങ്ങളിലും സമൃദ്ധിയായിട്ട് ദൈവവചനം നമുക്ക് കേൾക്കാനും ഉൾക്കൊള്ളാനുമൊക്കെയുള്ളതായ സാവകാശം ദൈവം നൽകിയത് നന്ദിയോടെ ഓർക്കാം, ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ധാരാളം വചനം കേൾക്കുമ്പോൾ ആ വചനത്തോട് അധികം വിശ്വസ്തരായിട്ട് ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഗിരിപ്രഭാഷണത്തിൽ നിന്ന് നാം ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ നാം കഴിഞ്ഞ പല ക്ലാസ്സുകളിലായിട്ട് ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് കർത്താവ് പറഞ്ഞ വാക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സാമാന്യം വിശദമായിട്ട് ചിന്തിച്ചത്. 5-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ആ കാര്യത്തിന് നൽകുന്ന വിശദീകരണങ്ങളിലൂടെ നമ്മൾ കടന്ന് പോവുകയായിരുന്നു. അതിലൊരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. വെളിച്ചം എവിടെയാണ് നൽകേണ്ടത് എന്നുള്ളതായ ചോദ്യത്തിന് 2 ഉത്തരങ്ങൾ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ തന്നെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. നമ്മിൽ പകർന്നതായ വെളിച്ചം നാം പാർക്കുന്ന വീട്ടിൽ പ്രകാശിക്കണം. അതിൻ്റെ പ്രാധാന്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. ആ വെളിച്ചത്തിൻ്റെ ഫലം പ്രകാശിച്ചിട്ടുള്ള ധാരാളം കുടുംബങ്ങളെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇന്നും ഭൂമിയിൽ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതായ വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും സമർപ്പണത്തോടും കൂടെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ആ വാക്കിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ കുറച്ചുകൂടി ലളിതമായിട്ട് ഉൾക്കൊള്ളാവുന്ന ഒരു വാക്യം ചേർത്ത് ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. വെളിച്ചത്തിൻ്റെ ഫലവും ആത്മാവിൻ്റെ ഫലവും സമാനമാണ് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാനിടയായിട്ട് തീർന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഉൾക്കൊണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വസിക്കാത്തവരാരും രക്ഷിക്കപ്പെട്ടവരല്ല, അവർ കർത്താവിനുള്ളവരല്ല എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ടും അറിയാവുന്നതായൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തായിരുന്നു, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്, എന്നാൽ ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കണം എന്നുള്ളത് കർത്താവ് നമുക്ക് നൽകിയിട്ടുള്ള, വചനം നമുക്ക് നൽകിയിട്ടുള്ളതായ ശക്തമായ കൽപ്പനയാണ് എന്നുള്ളത് നാം കഴിഞ്ഞ ദിവസം ഓർക്കാൻ ഇടയായിട്ട് തീർന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മ നിറവിൽ എനിക്കും നിങ്ങൾക്കും വീട്ടിൽ പാർക്കാനായിട്ട് സാധിക്കുമ്പോൾ കുടുംബത്തിലുള്ളവർക്ക് അന്യോന്യം ആത്മാവിൻ്റെ ഫലം ആസ്വദിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതായ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർത്തത്. അതിലൊരു കാര്യമേ നമ്മൾ ചിന്തിച്ചുള്ളൂ, ആത്മാവിൻ്റെ ഫലത്തിൽ ആദ്യം കാണുന്ന സ്നേഹമാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ നമുക്ക് അന്യോന്യം സ്നേഹം ആസ്വദിക്കുവാൻ കഴിയുന്നതാണ് ഒരു കുടുംബത്തിൻ്റെ ആകർഷണീയതയായിട്ടിരിക്കുന്നത് എന്നുള്ളതായ കാര്യം നമ്മൾ ഓർത്തു. ബാക്കി ഫലമൊക്കെ നിങ്ങൾ ഗ്രഹപാഠമായിട്ട് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചിരുന്നു. അത് നമുക്ക് ജീവിതകാലം മുഴുവൻ ചെയ്യാവുന്നതായൊരു കാര്യമാണ്. പക്ഷേ അത് ജീവിതകാലം മുഴുവൻ ചെയ്യാമെന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ അതിനവസരം ഉണ്ടായി എന്ന് വരികയില്ല. അപ്പോൾ അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച് സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് നാം ഉറപ്പുവരുത്തണം. ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചായിരുന്നു. ആത്മാവിൻ്റെ ഫലത്തിൽ 9 കൂട്ടം കാര്യങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെ രക്ഷിക്കപ്പെടാത്ത ആളുകളിൽ നമ്മൾ കാണും. എന്തുകൊണ്ടാണ് കാണുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടാത്ത ആളുകളിൽ ആത്മാവിൻ്റെ ചില ഫലങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ കണ്ടു എന്ന് വരാം. എന്തായിരിക്കും അതിൻ്റെ കാരണം?
അവർ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ സൃഷ്ടിയാകൊണ്ട് സൃഷ്ടിതാവിൻ്റെ പ്രകൃതങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് കേവലം സ്വാഭാവികമാണ്. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണല്ലോ മനുഷ്യനെ സൃഷ്ടിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ആളുകളാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് മാത്രമല്ല, നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നവരാണ്. അതുകൊണ്ട് ആത്മനിറവിൽ ജീവിക്കാനുള്ളതായ വലിയ സാധ്യത നമുക്കുണ്ട്. അത് അങ്ങനെ നിറവിൽ ജീവിച്ചാൽ ആ 9 കൂട്ടം കാര്യങ്ങൾ നമ്മിൽ നിന്ന് സ്വാഭാവികമായി പുറപ്പെടും. അപ്പോൾ താഴ്മയും ദീർഘക്ഷമയും ഒന്നും അഭിനയിക്കേണ്ടി വരികയില്ല. അത് സ്വാഭാവികമായിട്ട് നമ്മിൽ നിന്നും പുറപ്പെടുവാൻ ഇടയായിട്ട് തീരും. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച കാര്യമാണ്. ചേർത്ത് 1-2 വാചകങ്ങൾ ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇന്ന് മുമ്പോട്ട് കടക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. ആത്മനിറവിൽ ജീവിക്കുന്നവരോട് ആർക്കും വഴക്കുണ്ടാക്കാനായിട്ട് കഴിയുകയില്ല. അപ്പം അതൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. ഒരാൾ ആത്മനിറവിലാണ് ജീവിക്കുന്നത് എന്ന് വരികിൽ ആളുകൾ എത്ര ശ്രമിച്ചാലും ആ ആളുമായിട്ട് വഴക്കുണ്ടാക്കാനായിട്ട് കഴിയുകയില്ല. അതിൻ്റെ കാരണം നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഇപ്പോൾ നിങ്ങളോട് കൊണ്ട് ചോദിച്ച് പറയിപ്പിക്കണ്ട എന്ന് വിചാരിക്കുകയാണ്. ഈ ആത്മനിറവിൽ ജീവിക്കുന്ന ആളുകൾ സൗമ്യതയും താഴ്മയും ധരിച്ച് ജീവിക്കുന്നവരാണ്. സൗമ്യതയും താഴ്മയും ധരിച്ച് ജീവിക്കുന്നവരാണ്. കൊലോസ്യർ 3-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ 5 കൂട്ടങ്ങൾ കാര്യങ്ങൾ ധരിക്കാൻ പറയുന്ന കൂട്ടത്തിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സൗമ്യതയും താഴ്മയും ഒരാൾ ധരിച്ച് ജീവിക്കുമ്പോൾ ഏത് വഴക്കിൻ്റെ ഉള്ളിലും അവരെ അത് ബാധിക്കാതെ വണ്ണം തങ്ങളെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആത്മനിറവിലുള്ള നിറവുള്ള ആളുകളാണോ എന്നുള്ളതായ കാര്യം നമുക്ക് പരിശോധിക്കാവുന്നൊരു ടെസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. വീടിനകത്ത് വളരെ ഗുരുതരമായൊരു വഴക്കിൻ്റെ സാഹചര്യത്തിൽ അകപ്പെട്ടതായ ഒരു ഭക്തനെ നമുക്കറിയാമല്ലോ. ആരാണ്? മോശയുടെ വീട്ടിൽ എന്നാ വഴക്കായിരുന്നു. യോസേപ്പിൻ്റെ പേര് ശരിയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബാല്യം മുതൽ എന്തെല്ലാം പ്രയാസങ്ങളാണ് താൻ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നതായി നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ സൗമ്യതയുടെ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് കിട്ടുന്നത് സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ മോശയുടെ ചരിത്രത്തിലാണ്. സാധാരണ വഴക്കുണ്ടാക്കാൻ പാടില്ലാത്ത ആളുകളാണ് വഴക്കുണ്ടാക്കത്തക്കവണ്ണം കാരണമായിട്ട് തീർന്നത്. പക്ഷേ മോശ ഒരു പോറൽ പോലും ഏൽക്കാതെ ജയാളിയായിട്ട് അവിടെ നിന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ആ വലിയ മൂല്യം സൂക്ഷിച്ച് ജീവിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാക്ക് വിശദീകരിക്കുമ്പോൾ പറഞ്ഞായിരുന്നല്ലോ, ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞിട്ടാണ് എഫേസ്യർ 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ ഉള്ള വാക്യങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാരുടെ കടപ്പാടുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിശദീകരിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ പാർക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ മക്കളൊക്കെ ആത്മനിറവിൽ ജീവിക്കുന്നവരാണ് എന്ന് വരികിൽ നമ്മുടെ ഭവനം വളരെ വ്യത്യസ്തമായൊരു സാക്ഷ്യം കൊടുക്കുവാൻ ഇടയായിട്ട് തീരും എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ഇതെന്തൊരു മനോഹരമായിട്ടുള്ളതായൊരു ജീവിതമാണ്. അതുകൊണ്ട് ദൈവമക്കളായ നാം അങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ ഉത്തരം കൂടി നമ്മൾ ഇന്ന് ചിന്തിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. സമൂഹത്തിൽ വെളിച്ചം പ്രകാശിക്കണം. 16-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് നാം വായിക്കുന്നുണ്ടത്, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ
നമുക്ക് നാം പാർക്കുന്ന സമൂഹത്തിൽ വെളിച്ചം നൽകി സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് ആത്മാവിൻ്റെ ഫലമാണ് ചേർത്ത് ചിന്തിക്കാനായിട്ടുള്ളത്. പക്ഷേ കർത്താവ് വേറൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്ക് പറയാമോ? 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് നമ്മിൽ നിന്നും കാണേണ്ട കാര്യത്തിൽ ഒരു കാര്യം സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഒന്ന് വായിക്കാം. 5-ന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അപ്പോൾ അവിടെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്, അപ്പോൾ സൽപ്രവൃത്തികളുടെ സാക്ഷ്യം നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. ആത്മാവിൻ്റെ ഫലത്തോടെ ജീവിച്ചാൽ നമ്മുടെ പ്രവൃത്തികൾ സൽപ്രവൃത്തികളായിരിക്കും. അത് കേവലം സ്വാഭാവികമായി നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നതായൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് ഈ കാര്യം ഇവിടെ സ്പെസിഫൈ ചെയ്ത് ഓർപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഇവിടെ ഒന്ന് ചേർത്ത് പറയണം എന്ന് വിചാരിക്കുകയാണ്. സൽപ്രവർത്തികളാൽ രക്ഷ എന്നുള്ളത് ദൈവവിശ്വാസികളുടെ ഇടയിൽ ഏറ്റവും പ്രചാരമുള്ളൊരു ദുരുപദേശമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സൽപ്രവൃത്തികളെ കാണണം എന്നുള്ളതായ കാര്യം പറയുമ്പോൾ അതിൽ ഈ കാര്യം ഒന്ന് വ്യക്തമാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മതങ്ങളിൽ എല്ലാ മതങ്ങളും തന്നെ വളരെയധികം പ്രചരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ കാര്യമാണ് സൽപ്രവൃത്തികളാൽ രക്ഷ എന്നുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് പ്രചാരം സിദ്ധിച്ചിട്ടുള്ളതായ ഒരു വാചകമുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണുമായിരിക്കും. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളത് ഇതിൻ്റെ വേറൊരു വകഭേദമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ നന്നായാൽ മതി, മനുഷ്യൻ നല്ല പ്രവൃത്തികൾ ചെയ്താൽ മതി, നല്ല പ്രവൃത്തികളുടെ ഫലമായിട്ട് രക്ഷ ലഭിച്ചു കൊള്ളും എന്നുള്ളതായ ഒരു വിശ്വാസം വളരെ വ്യാപകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടുന്ന ആളുകളും ഈ വിശ്വാസമുള്ളവരാണ് ബഹുഭൂരിപക്ഷം ആളുകളും. വ്യക്തിപരമായിട്ടൊക്കെ നമ്മൾ സുവിശേഷം പങ്കിടാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് യാതൊരു പ്രയാസവുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ അതിൻ്റെ ഗൗരവം ഒന്ന് രണ്ട് വാക്കുകളിലൊന്ന് വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. തിരുവചന വെളിച്ചത്തിൽ ഈ ഉപദേശം ഏറെ ഗുരുതരമായിട്ടുള്ളതായൊരു ദുരുപദേശമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കാര്യം വളരെ ഗൗരവമായി മനസ്സിലാക്കുകയും ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ശരിയായ ഉപദേശം പറഞ്ഞു കൊടുക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ ഒരു വേദഭാഗം നമ്മൾ ആ ബന്ധത്തിൽ ഒന്ന് വായിക്കുകയാണ്. ഏത് വേദഭാഗം വായിക്കാൻ പോകുന്നതെന്ന് നിങ്ങളുടെ മനസ്സിൽ വന്നു കാണും. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങളിൽ ഈ വിഷയത്തിലുള്ളതായ ദുരുപദേശത്തിൻ്റെ സൂചനയുമുണ്ട്, ശരിയായ ഉപദേശവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ആദ്യം ഈ വേദഭാഗമാണ് വന്നത്. ഈ വിഷയം പറയുന്ന വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്, എങ്കിലും ഇവിടെ ഈ വിഷയത്തിൻ്റെ ഒരു മനോഹരമായ പ്രകാശനം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. ഇതെല്ലാവർക്കും മനഃപ്പാഠം അറിയാവുന്ന വാക്യമായിരിക്കും. കാരണം നമ്മുടെ സൺഡേ സ്കൂൾ പാഠാവലിയിൽ മനഃപ്പാഠം പഠിക്കാനുള്ള അധ്യായമാണല്ലോ എഫേസ്യ ലേഖനം 2-ാം അധ്യായം. പിന്നെ നമ്മൾ സുവിശേഷം പറയുമ്പോഴൊക്കെ ഇത് ധാരാളം പറയാറുമുണ്ട്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ടത് ചൂണ്ടിക്കാണിക്കാം.
പിന്നെ നമുക്കിന്ന് പറയാനുള്ള കാര്യം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ഉപദേശത്തിൽ ഉള്ള കാതലായ സത്യങ്ങൾ ഈ വാക്യങ്ങളിൽ വളരെ മനോഹരമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഞാനത് സവിസ്തരം വിശദീകരിക്കേണ്ടതായ ആവശ്യമില്ല. എന്നാൽ ചില വാക്കുകൾ മാത്രം ഞാൻ പറഞ്ഞ് പോകാം എന്ന് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ 8-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ രക്ഷയെ സംബന്ധിക്കുന്ന 3 കാതലായ സത്യങ്ങൾ ആ വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മളത് ഒന്നങ്ങ് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. രക്ഷ കൃപയാലാണ്. അതൊന്നും ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. 2-ാമത്തെ കാര്യം, രക്ഷ വിശ്വാസം മൂലമാണ് അനുഭവമാക്കേണ്ടിയിരിക്കുന്നത്. ഈ സത്യവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 1-2 വാചകം ഒന്ന് പറയട്ടെ. സൽപ്രവൃത്തികളാൽ രക്ഷ എന്നുള്ളതാണ് മതങ്ങൾ ഏകസ്വരത്തിൽ പഠിപ്പിക്കുന്നത്. പക്ഷേ വചനം പഠിപ്പിക്കുന്ന ബൈബിൾ പഠിപ്പിക്കുന്നത് രക്ഷ വിശ്വാസത്താലാണ്. ആ സത്യം തിരുവെഴുത്തിൽ എത്രയോ വിശദമായി നമുക്ക് വായിക്കാനായിട്ട് കഴിയുക. അപ്പോൾ അതുകൊണ്ട് പരിചയമുള്ള 2-3 റെഫറൻസുകൾ അവിടെ ഒന്ന് കുറിച്ചിട്ടാൽ പിന്നെ ആവശ്യം പോലെ നമുക്കത് നോക്കാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ നമ്മൾ ഈ സത്യം വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ആ വാക്യത്തെക്കുറിച്ച് ഞാൻ 1-2 വാചകം പിന്നെ പറയാം. 1-2 വാക്യം കൊണ്ട് കുറിച്ചിട്ടുള്ളൂ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ കാരാഗ്രഹ പ്രമാണിയുടെ ചോദ്യത്തിന് അപ്പോസ്തലനായ പൗലോസ് നൽകുന്ന വളരെ കൃത്യമായ ഉത്തരം നമ്മൾ അവിടെ കാണുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ നമ്മൾ സാധാരണ വചനം പറയുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ എടുത്തു പറയുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതായ വാക്യമാണ്. അപ്പോൾ ഈ വാക്യങ്ങളിലൊക്കെ ഞാൻ സാമ്പിളിന് 2-3 വാക്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഇനി എത്രയോ വാക്യങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ ഈ അടിസ്ഥാനപരമായ സത്യത്തെ വ്യക്തമാക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ യോഹന്നാൻ 3:15-16 വാക്യങ്ങൾ നമ്മുടെ കർത്താവ് നിക്കോദോസിനുള്ള സംഭാഷണത്തിൽ പറയുന്നതാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ 1-2 വാക്കുകളൊന്ന് എടുത്ത് പറയുകയാണ്. എങ്ങനെ വീണ്ടും ജനനം സംഭവിക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ കർത്താവ് വ്യക്തമാക്കുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. പിന്നെ 15-ാം വാക്യം എങ്ങനെ തുടങ്ങുന്നു? അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. നമ്മുടെ കർത്താവ് എന്ത് ഭംഗിയായിട്ടാണ് രക്ഷ വിശ്വാസത്താലാണ് എന്നുള്ളതായ കാര്യം വ്യക്തമാക്കുന്നത്. അതാ ഉയർത്തപ്പെട്ട താമ്രസർപ്പത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, താമ്രസർപ്പത്തെ നോക്കുന്നവൻ ജീവൻ പ്രാപിക്കുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്നവർ രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതായ സത്യം നാം അവിടെ കാണുക. പിന്നെ യോഹന്നാൻ 3:16 കർത്താവ് ഒന്നുകൂടി ആവർത്തിക്കുക. ഇന്നലെ രാത്രിയിൽ നമ്മൾ ആ വാക്യം കേട്ടതാണല്ലോ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഞാൻ ഇതൊരു 2-3 വാചകം പറയുന്നത്, നമ്മളിത് സാധാരണ പറയുന്ന ആളുകളാണ്, പക്ഷേ ഇത് പറയണം. കാരണം
ഈ സ്ഥാനത്ത് പിശാച് അനേകരെ വഞ്ചിച്ച് സുവിശേഷത്തിൻ്റെ മർമ്മം തിരിച്ചറിയാൻ കഴിയാതെ നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അനേകർക്ക് ഈ സത്യം പറഞ്ഞു കൊടുക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. അത് വിശ്വസ്തമായി നിർവഹിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇനി 8-ാം വാക്യത്തിൽ രക്ഷയെക്കുറിച്ച് വേറൊരു കാര്യം കൂടി ഉണ്ട്. അതിനൊരു നല്ല വിശദമായ പ്രസംഗമാണ്. 3-ാമത്തെ കാര്യം എന്താണ് അപ്പോൾ അവിടെ പറയുന്നത്? 8-ാമത്തെ വാക്യത്തിൽ, എഫേസ്യർ 2:8 വാക്യത്തിൽ രക്ഷ എന്താണ്? ദൈവത്തിൻ്റെ ദാനമാണ്. ആ ഒരൊറ്റ പ്രയോഗത്തിൽ രക്ഷ പ്രവൃത്തികളുടെ ഫലമല്ല എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടാണ് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നത്. പക്ഷെ ഇങ്ങനെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയാലും ഈ സുവിശേഷമൊക്കെ പറയുന്നു എന്ന് വിചാരിക്കുന്ന ആളുകളും ഈ കാര്യം മനസ്സിലാക്കാതെ മുൻപോട്ട് പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളതായൊരു കാര്യമാണ്. ഇവിടെ നമുക്ക് ഒരു വാക്യം കൂടി, എന്തുകൊണ്ടോ ഞാൻ ആ വാക്യം റെഫർ ചെയ്തപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. വെളിപ്പാട് ദിവസം 7-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ഞാനിത് പറയാൻ പ്രേരിപ്പിക്കപ്പെട്ടത്, ഈ വാക്യം ഞാനൊന്ന് റെഫർ ചെയ്തു നോട്ട് എഴുതിയപ്പോൾ. അപ്പോൾ ഇവർ സ്വർഗത്തിൽ ഇങ്ങനെ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരിക്കുക. അവരിങ്ങനെ ആർത്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യം രക്ഷിക്കപ്പെടാത്തവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയല്ല. പിന്നെയോ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവർ രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ഈ രക്ഷിതഗണം ദൈവസന്നിധി നിൽക്കുമ്പോൾ അവർക്കിത് ആർക്കാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവരെ ഇത് വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. അവരുടെ ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. കാരണം ഈ രക്ഷ ദൈവം ദാനമായി തന്നു എന്നുള്ളത് അവരെ അത്ഭുതപ്പെടുത്തി രക്ഷ ദാനം ചെയ്ത ദാതാവിന് തൃപ്തികരമായ നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഈ ദാനമായ രക്ഷ അനുഭവിച്ച ആളുകൾ നാം എത്ര സന്തോഷമുള്ളവരായിരിക്കണം. ഈ ദാനം തന്ന ദൈവത്തോട് നമുക്ക് എത്രയോ നന്ദിയുള്ളവരായിട്ട് ആയിരിക്കണം. ഓരോ ദിവസവും നമുക്കത് സാധിക്കട്ടെ. സ്വർഗത്തിൽ ചെന്നിത് ഉച്ചത്തിൽ ആർത്ത് ഘോഷിക്കാനുള്ളൊരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് ഇവിടെ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യെശയ്യാവ് 12:3 വായിക്കുന്നത് പോലെ ഈ രക്ഷയുടെ ഉറവിൽ നിന്ന് എങ്ങനെ കോരണമെന്ന് വായിക്കുന്നു? സന്തോഷത്തോടെ കോരിയും രക്ഷിതാവിന് നന്ദി പറയാനും രക്ഷിതാവിനെ സ്തുതിക്കാനും നമുക്ക് സാധിക്കേണ്ടുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ ഓർപ്പിക്കട്ടെ, പ്രിയപ്പെട്ടവരെ, നാം രക്ഷയിൽ ഓരോ ദിവസവും സന്തോഷിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്ന പല വിഷയങ്ങളും, ചില താൽക്കാലിക വിഷയങ്ങളോ പ്രശ്നങ്ങളോ അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് അതിനെയെല്ലാം വളരെ ദൈവകൃപയോടെ വിജയകരമായിട്ട് അതിജീവിക്കുവാൻ സാധിക്കും. അപ്പോൾ വിജയകരമായി ജീവിക്കുന്നതിനുള്ളതായ ചില എക്സസൈസുകളുള്ളതിൽ ഈ എക്സസൈസ് അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ലഭിച്ച ഈ വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷയെ ഓർത്ത് നമുക്കെപ്പോഴും നന്ദിയുള്ളവരായി രക്ഷിതാവിന് സ്തോത്രം കരയറ്റുവാൻ ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അങ്ങനെ 8-ാം വാക്യത്തിൽ രക്ഷയെക്കുറിച്ചുള്ള കാതലായ 3 കാര്യങ്ങൾ പറഞ്ഞിട്ട് 9-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ മറ്റൊരു സുപ്രധാനമായ കാര്യം നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 9-ാമത്തെ വാക്യം നമ്മൾ ആദ്യം നോക്കിയതാണ്. എന്താണ് 9-ാമത്തെ വാക്യം? ആരും
പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഓർത്തു, ഇതെന്തു വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 8ാമത്തെ വാക്യത്തിൽ രക്ഷ ദാനമാണെന്നുള്ളത് പറഞ്ഞുറപ്പിച്ചിട്ട് അതിൻ്റെ മറുവശം ശരിക്കും പറയേണ്ട ആവശ്യമില്ല. ദാനമാണെങ്കിൽ പ്രവൃത്തികളുടെ ഫലമല്ല എന്നുള്ളത് ആ പ്രയോഗത്തിൽ തന്നെയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സത്യം എത്ര ശക്തമായിട്ടാണ് അവിടെ ഉറപ്പിക്കുന്നത്. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. കാരണം ഈ വഞ്ചനയിൽ ആരും പെട്ടുപോകരുത്. പിശാച് സൽപ്രവൃത്തികളാണ് രക്ഷ എന്നുള്ളതായ കാര്യം ഏറെ പ്രചരിപ്പിച്ച് നിത്യനരകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ ഏറ്റവും മനോഹരമായ സത്യം ആർക്കും മനസ്സിലാകത്തക്കവണ്ണം ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അത് പറയുമ്പോൾ അവിടെ ഒരു കാരണം കൂടി പറയുന്നുണ്ട്. പ്രവൃത്തികളുടെ ഫലമായിട്ട് രക്ഷ കിട്ടിയാൽ എന്തിന് സാധ്യതയുണ്ട്? പ്രശംസയ്ക്ക് സാധ്യതയുണ്ട്. ഒരാളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടൊരു കാര്യം കിട്ടിയാൽ അതിൽ പ്രശംസിക്കുക എന്നുള്ളത് ഒരു സാമാന്യമായ കാര്യമാണ്. പ്രശംസിക്കുന്ന അതിൽ തന്നെ ഒരു കുറ്റമാണെന്ന് പോലും നമുക്ക് പറയാനായിട്ട് പറ്റുകയില്ല. എന്നാൽ അതുകൊണ്ട് ദൈവാത്മാവ് അത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, നമുക്ക് ദൈവസന്നിധി ഈ വചനത്തിൻ്റെ മുമ്പിൽ, എഴുതപ്പെട്ട തിരുവെഴുത്തിൻ്റെ മുമ്പിൽ എല്ലാ നന്ദിയോടും വിനയത്തോടും കൂടെ ആയിരിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് ചേർത്ത് പറയുകയാണ്. രക്ഷ പ്രവൃത്തികളാലാണ് എന്ന് പറയുന്നവർ പറഞ്ഞോട്ടെ എന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. ചിലപ്പോൾ നമ്മളങ്ങനെ വിചാരിച്ചു, നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ പ്രവർത്തിച്ചോട്ടെ, ഇനിയിപ്പോൾ അങ്ങനെയാണ് രക്ഷയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന്, നല്ല പ്രവൃത്തികൾ ചെയ്യുമല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം ഒരാൾ രക്ഷ പ്രവൃത്തികളാലാണ് കിട്ടുന്നത് എന്ന് ചിന്തിക്കുന്നതും പറയുന്നതും ദൈവത്തെ ഏറെ വേദനിപ്പിക്കുന്നതായ കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യം എനിക്ക് മനസ്സിലായത് മുതൽ ആരെങ്കിലും ഇത് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ പ്രവർത്തിച്ചോ എന്ന് പറയാൻ ഒരിക്കലും പറ്റാറില്ല. കാരണം ഇത് ദൈവത്തെ എത്രയോ വേദനിപ്പിക്കുന്ന കാര്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇന്നലെ രാത്രിയിലെ പ്രസംഗത്തിൽ നമ്മളിതിൻ്റെ ഒരു ഭാഗം കേൾക്കുവാൻ ഇടയായിട്ട് തീർന്നു. പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ആ പുത്രനെ കാൽവറിയിലെ ക്രൂശിലെ മരണത്തിനു വേണ്ടി ഏൽപ്പിച്ചപ്പോൾ അതെത്ര അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ പ്രദർശനമായിരുന്നു. ഇന്നലെ ദേവദാസൻ അത് ലേവ്യ പുസ്തകത്തിലെ വാക്യത്തിലൂടെയൊക്കെ വിശദീകരിച്ചത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവിടെ പറഞ്ഞ ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. പ്രകൃതിയിൽ ഒരു മൃഗം അതിൻ്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം എന്നുള്ളത് നമ്മെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതാണ്. അതൊരു നല്ല പാഠവുമാണ് എന്നെനിക്ക് ഈ ദിവസങ്ങളിൽ തോന്നാറുണ്ട്. ഞാൻ പാർക്കുന്നതിന് അടുത്ത വീട്ടിലെ ഒരാടിനെ കഴിഞ്ഞ ദിവസം വിൽക്കാനിടയായി. 2 ദിവസത്തേക്ക് ആട് ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീട്ടിലുണ്ടായിരുന്നു. കർണത്തിന് സ്വൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം വല്ലാത്ത കരച്ചിലാണ്. ആ കുഞ്ഞ് ഏകദേശമൊക്കെ പ്രായമായൊരു കുഞ്ഞാണെങ്കിൽ പോലും അതിനങ്ങ് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. കണ്ടുപഠിക്കേണ്ടതാണ്. കാരണം ഈ സ്നേഹത്തിൻ്റെ ഒരു പകുതി പോലും വിശേഷ ബുദ്ധിയുള്ള മനുഷ്യരിൽ പലപ്പോഴും കാണാറില്ല എന്നുള്ളത്
വളരെ സങ്കടകരമായൊരു കാര്യമാണ്. പ്രകൃതിയിലെ ചില കാര്യങ്ങളൊക്കെ നോക്കി നല്ല പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ദൈവമക്കൾക്കും അതിൽ പാഠമുണ്ട്. മാതാപിതാക്കളോടുമൊക്കെ എന്തോ ഒരു സ്നേഹവും കരുതലുമൊക്കെ സൂക്ഷിക്കാനുള്ളതായ ആവശ്യതയുണ്ട്. വചനം പഠിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, സ്വാഭാവികമായിട്ടുള്ളതായ ആ സ്നേഹം ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ എത്ര തീവ്രമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഞാൻ സാന്ദർഭികമായിട്ടത് ഓർപ്പിച്ചു എന്ന് മാത്രമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, സ്വർഗത്തിലെ ദൈവം തൻ്റെ മടിയിലെ പ്രമോദ വിഷയമായിരുന്ന ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ആ പുത്രനെ ക്രൂശിൽ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചാണ് ഈ വിലയേറിയ രക്ഷ ഒരുക്കിയത്. റോമർ 5:8 നമുക്ക് നല്ല പരിചയമുണ്ടല്ലോ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹം അത് അതിൽ തന്നെ എത്രയോ മഹത്തരമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പം ഞാനൊരു വാക്യം വായിക്കാം. നിങ്ങളുടെ പലരുടെയും മനസ്സിലാ വാക്യം വന്ന് കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സൽപ്രവൃത്തികളാൽ രക്ഷ എന്ന് പഠിപ്പിക്കുമ്പോൾ ആ 1-ാം നൂറ്റാണ്ടിലും ന്യായപ്രമാണം അനുസരിച്ചാൽ രക്ഷ എന്നുള്ളതായ കഠിനമായൊരു ദുരുപദേശം ഉണ്ടായിരുന്നു. എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല. അതിനൊരു പുതിയ വേർഷനാണ് സൽപ്രവൃത്തികളാൽ രക്ഷ എന്ന് പറയുന്നത്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ വളരെ മനോഹരമായൊരു സത്യം ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. ആ വാക്യം ഒന്ന് വായിക്കാൻ നമുക്ക്. ഗലാത്യലേഖനം 5-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ഭിന്നത, അസൂയ. 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. റെഫറൻസ് മാറിപ്പോയി. ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ല. അവിടെ ദൈവത്തിൻ്റെ ദാസൻ എത്ര ഗൗരവമായിട്ടാണ് ഇത് പറയുന്നത്. ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ, അടുത്ത വാചകം ഈ ആശയ വ്യക്തതയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദാസൻ ഉപയോഗിക്കുകയാണ്. ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. അപ്പം ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, സൽപ്രവർത്തികളാൽ രക്ഷ ലഭിക്കുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ മരണം വെറുതെ ആയിരുന്നു എന്ന് പറയുകയാണ്. അപ്പം അതെന്തൊരു ഗുരുതരമായ ദുരുപദേശമാണ്. അപ്പം നമ്മൾ ആ കാര്യം അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. അങ്ങനെ പറയുന്ന ആളുകൾക്ക് സത്യം കാണിച്ചു കൊടുക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ മരണം വെറുതെയാണെന്ന് പറയുന്നതിനെ ദുരുപദേശം എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കാനായിട്ട് സാധിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യം എല്ലാ ഗൗരവത്തിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരിക. അത് എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകളോട് ചേർത്ത് നമുക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. 10-ാമത്തെ വാക്യം. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പൊ രക്ഷ സൽപ്രവൃത്തികളുടെ ഫലമായിട്ട് കിട്ടുന്നതല്ല. എന്നാൽ ഈ വാക്യത്തിൽ പറയുന്നത് നാം സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്ത് മനോഹരമായിട്ടാണ് ഈ സത്യം ദൈവാത്മാവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് അടുത്ത വാചകത്തിൽ പറയുന്നത് നാം ചെയ്തു പോരേണ്ടതിന്
ദൈവം അവ എന്ത് ചെയ്തിരിക്കുക, മുന്നൊരുക്കിയിരിക്കുക. അതിൻ്റെ മുഴുവൻ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായിടത്തോളം എനിക്ക് ഭയങ്കര അതിശയമാണ്. കാരണം നാം സൽപ്രവൃത്തികളായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണെന്നുള്ളതും ഓരോ ദിവസവും നാം ചെയ്യേണ്ടിയ സൽപ്രവൃത്തികൾ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും എത്രയോ മനോഹരമായിട്ടുള്ളതായ സത്യമാണ്. അപ്പോൾ സൽപ്രവൃത്തികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയട്ടെ, കൃപയാൽ വിശ്വാസത്താൽ രക്ഷയെന്ന ദാനം അനുഭവിക്കുന്ന ദൈവമക്കൾ സൽപ്രവർത്തികൾ ചെയ്ത് സാക്ഷ്യം വഹിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ളതായൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ സ്ഥാനം മാറിപ്പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യത്തിൻ്റെ മഹത്വം എല്ലാ പ്രാധാന്യത്തിലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. ഇവിടെ ഞാൻ ചേർത്തൊരു കാര്യം ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ആരുടെ മക്കളായിരുന്നു? പിശാചിൻ്റെ മക്കളായിരുന്നു. പിശാചിൻ്റെ മക്കൾ ചെയ്യുന്നത് അവൻ്റെ മോഹങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ പിശാചിൻ്റെ മകനായിട്ട് ഒരാൾ ഇരുന്ന് സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ സൃഷ്ടിയാകൊണ്ട് കുറച്ച് കാര്യമൊക്കെ ചിലപ്പോൾ ചെയ്യാൻ പറ്റും. വേറെ ചില ആളുകൾ ചെയ്യുന്ന അനുകരിച്ചുമൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ചിലപ്പോൾ തെറ്റായ ലക്ഷ്യത്തിലുമൊക്കെ ചില സൽപ്രവൃത്തികൾ ചെയ്തു എന്നൊക്കെ വരും. എന്നാൽ പിശാചിൻ്റെ മകനായിരിക്കുന്ന ഒരാൾക്ക് ദൈവത്തിന് പ്രസാദകരമായി സൽപ്രവൃത്തികൾ ചെയ്യാനായിട്ട് കഴിയുകയില്ല. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു പ്രയോഗമുണ്ടല്ലോ, നിൻ്റെ പ്രവൃത്തി എൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അത് വിശ്വാസികൾക്ക് പോലും പറ്റാവുന്നതായൊരു കാര്യമാണ്. ദൈവത്തിന് സ്വീകാര്യമാണെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവത്തിന് സ്വീകാര്യമാകണം എന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് വളരെ അടിയന്തരമായും സൂക്ഷ്മതയോടെ അത് പരിശോധിച്ച് ഉറപ്പാക്കി മുമ്പോട്ട് പോകാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ പിശാചിൻ്റെ മക്കൾ ചെയ്യുന്നതായ സൽപ്രവൃത്തികൾ അത് ദൈവത്തിന് ഒരിക്കലും സ്വീകാര്യം ആയിരിക്കുകയില്ല. എന്നാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മൾ ദൈവമക്കളായിട്ട് തീർന്നു. പിന്നെ യോഹന്നാൻ്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു വാക്യം എൻ്റെ മനസ്സിൽ ഓടി വന്നു. അതുകൊണ്ട് ആ വാക്യം മാത്രം ഒന്ന് പരിചയപ്പെടുത്താം എന്ന് ഞാൻ കരുതുകയാണ്. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കുന്നതേ ഉള്ളൂ. അത് വളരെ സവിസ്തരം വേണമെങ്കിൽ വിശദീകരിക്കാവുന്നതാണ്. അത് നിങ്ങൾ വിശദമായിട്ട് ചിന്തിച്ചാൽ മതി. ഞാൻ അതിൽ നിന്ന് 1-2 വാക്കുകളൊന്ന് എടുത്ത് പറയാം എന്ന് കരുതുന്നു. വായിക്കാം. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനുമല്ല. അപ്പം ഇത് വളരെ അടിസ്ഥാനപരമായ ചില സത്യങ്ങൾ ഈ 2 വാക്യങ്ങളിലായിട്ട് ഉണ്ട്. എന്നാൽ ഞാനിപ്പോൾ പറയാനായിട്ട് ശ്രമിക്കുന്നതായ കാര്യം 9-ാം വാക്യത്തിൻ്റെ 2-ാം വാചകത്തിൽ, 1-ാം വാചകം നമ്മെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. അത് നമ്മളെ കുഴക്കാൻ സാധ്യതയുള്ളതായൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ കാരണം അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അപ്പോൾ നമ്മിൽ വസിക്കുന്ന വിത്തിൻ്റെ പ്രത്യേകത അത് ദൈവത്തിൻ്റെ വിത്താണ്. ദൈവത്തിൻ്റെ വിത്ത് എന്ത് ചെയ്യുന്നതല്ല, പാപം ചെയ്യുന്നതല്ല. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നാം പാപം ചെയ്യാതെ ജീവിക്കുന്നതാണ് സ്വാഭാവികമായിട്ടുള്ളതായ കാര്യം. നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത് തന്നെ പാപം ചെയ്യാതെ ഒരാൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ വലിയ അതിശയം പോലെയാണ്
നമ്മൾ കരുതുന്നത്. അങ്ങനെ അതിശയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മിൽ വസിക്കുന്ന വിത്ത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ വിത്താണ്. അപ്പോൾ ആ വിത്തിൻ്റെ ഗുണം, നാട്ടിലൊക്കെ പറയുന്നുണ്ട് വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ വിത്തിൻ്റെ ഗുണത്തിൽ നമ്മുടെ കർത്താവ് പലരോടും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതുപോലെ ഇനി പാപം ചെയ്യരുത് എന്നുള്ള കൽപ്പന അതുപോലെ അനുസരിച്ച് ജീവിക്കുന്നതാണ് സ്വാഭാവികം. പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യം നമുക്ക് ഗൗരവമായിട്ട് ഉൾക്കൊള്ളാം. അപ്പം അതുകൊണ്ട് ഈ വലിയ സത്യം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചപ്പോൾ ആ വിത്ത് നമ്മിൽ വന്നു എന്നുള്ളത് കൊണ്ട് പാപത്തിൻ്റെ മേൽ വിജയം വരിച്ച് ജീവിക്കാനുള്ള എല്ലാ സാധ്യതയും നമുക്കുണ്ട്. മറ്റു ചില ഘടകങ്ങളൊക്കെ നമ്മൾ വേറെ ചിന്തിച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ പോകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഇനി 10ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ദൈവത്തിൻ്റെ മക്കൾ ആരാണെന്നും പിശാചിൻ്റെ മക്കൾ ആരാണെന്നും ഏതിനാൽ തെളിയുന്നു എന്ന് എടുത്ത് പറയുക. അപ്പോൾ ഈ 2 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ദൈവത്തിൻ്റെ മക്കൾ സ്വാഭാവികമായി ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഉണ്ട്. 1, പാപം ചെയ്യുന്നില്ല. 2, നീതി പ്രവർത്തിക്കുന്നു. 3, സഹോദരനെ സ്നേഹിക്കുന്നു. അപ്പോൾ ഒരു കാര്യം നെഗറ്റീവായിട്ട് പറഞ്ഞിരിക്കുക. ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൽ നിന്ന് ജനിച്ചവർ പാപം ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഓർത്തു, പിന്നെ പറഞ്ഞ 2 കാര്യമെന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സൽപ്രവൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. 2ാമത്തെ കാര്യം എന്താ? നീതി പ്രവർത്തിക്കുന്നു. ഈ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആര് നീതിമാനായിരിക്കുന്നത് പോലെയാണ് നാം നീതി ചെയ്യേണ്ടത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവനാണ് നീതിമാൻ. അവിടുത്തെ അവനാരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കർത്താവ് നീതിമാനായിരിക്കുന്നത് പോലെ ഒരാൾ നീതി ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ജീവിതം സൽപ്രവർത്തികളാൽ എത്രയോ അലങ്കൃതമായിരിക്കും. പിന്നെ 3ാമത്തെ കാര്യം, സഹോദരനെ സ്നേഹിക്കുന്നതായ സൽപ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, അതെന്തൊരു മനോഹരമായിട്ടുള്ളതായ സൽപ്രവൃത്തി ആണ്. ഇനി എഫേസ്യർ 2:10 പറഞ്ഞു നോക്കുകയും, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം അത് ചെയ്തു പോരേണ്ട ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പകൽ ഈ വാക്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്തു, ഇന്ന് പകൽ നീതികേട് ചെയ്യാതെ ജീവിക്കണം, നീതികേട് ചിന്തിക്കാതെ ജീവിക്കണം, നീതികേട് പ്രവർത്തിക്കാതെ ജീവിക്കണം. ഇന്ന് പകലിൽ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിച്ചും പ്രവർത്തിച്ചും ജീവിക്കണം. ഇതത്ര വലിയ ശ്രമകരമായൊരു കാര്യമാണോ? അല്ല, ശ്രമകരമായൊരു കാര്യമല്ല. ഇന്ന് പകൽ ഈ 2 കാര്യം ചെയ്യാത്ത പലരും ഈ സദസ്സിലുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ എഫേർട്ട് കൂടാതെ തന്നെ നമുക്ക് ഈ വിഷയത്തിലൊക്കെ വിജയകരമായിട്ട് പോകാനുള്ളതായ എല്ലാ സാധ്യതയുമുണ്ട്. ഞാനിന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മെ കർത്താവ് രക്ഷിച്ചപ്പോൾ എത്രയോ ഉന്നതമായ സാധ്യതയിലേക്കാണ് കൊണ്ടുവന്നത് എന്നുള്ളതായ കാര്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമുക്ക് സൽപ്രവർത്തികൾ ചെയ്ത് ജീവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഇനി നമ്മൾ നന്മ ചെയ്യുമ്പോൾ, സൽപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിലൊരു വിഭജനം തിരുവഴുത്തിലുടനീളമുണ്ട്. കർത്താവ് പറഞ്ഞെടുത്തുകൊണ്ട് വീട്ടിലുള്ളവർക്ക് നന്മ ചെയ്യാം. പിന്നെ കൂട്ടുവിശ്വാസികൾക്ക് നന്മ ചെയ്യാം. എഫേസ്യർ ഗലാത്യർ 6:10 വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
ഇത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ കർത്താവിൻ്റെ ഈ വാക്കുകൾ ഇതെത്ര മനോഹരമായിട്ടാണ് വിശദീകരിക്കുന്നത്. വെളിച്ചം വീട്ടിൽ പ്രകാശിക്കട്ടെ. നമ്മൾ പാർക്കുന്ന കുടുംബങ്ങളിൽ, നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ആത്മീക കുടുംബത്തിൽ അകത്തുള്ള ആളുകൾക്ക് വെളിച്ചത്തിൻ്റെ ഫലം ആസ്വദിക്കുവാനായിട്ട് സാധിക്കട്ടെ. അവിടെ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോകണ്ട. നമ്മിൽ ഉള്ള വെളിച്ചത്തിൻ്റെ ഫലം നമ്മുടെ സഹജീവികൾക്കും ആസ്വദിക്കുവാൻ കഴിയുമാറ് ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി ഈ ആത്മാവിൻ്റെ ഫലത്തിൽ ചിലത് നിങ്ങളൊന്നങ്ങ് ചേർത്ത് ഉൾക്കൊണ്ടാൽ, ദീർഘക്ഷമയോടെ പെരുമാറുന്നൊരു വിശ്വാസിയും സഭയിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കുമൊക്കെ എന്തോരാശ്വാസമായിരിക്കും. കാരണം വേറൊരാളുടെ ഭാഗത്തൊരു തെറ്റോ കുറ്റമോ വാക്കിലൊരു പിഴവോ ഒക്കെ വന്നാലും അതൊക്കെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഒരാളുമായിട്ട് വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാകാതെ ഒരാൾ പോകുന്നത് മറ്റുള്ളവർക്കും എത്രയോ ആയിട്ടുള്ളതായൊരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ ജീവിക്കുന്നൊരു വിശ്വാസി നിശ്ചയമായിട്ടും തൻ്റെ അയൽവാസികൾക്കും ആശ്വാസമായിരിക്കും. വീട്ടിലത് പരിചയിച്ചാൽ അയൽവാസിയുമായിട്ടൊരു പ്രയാസമോ അസ്വസ്ഥയോ വന്നാലും അവിടെ ആ ദീർഘക്ഷമയോടെ പെരുമാറത്തക്കവണ്ണം നാം ഒരുക്കപ്പെടുവാൻ ഇടയായിട്ട് തീരും. അകത്ത് പരോപകാരിയായി ദയ കാണിക്കുന്നൊരു വിശ്വാസി പുറത്തുള്ളവരോടും ദയോടെ പെരുമാറുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ഈ ആത്മാവിൻ്റെ ഫലത്തിൽപ്പെട്ട എല്ലാ കാര്യവും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോളൂ കേട്ടോ. അതിന് ഞാൻ ഉദാഹരണമായിട്ട് 2 പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യം പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കാം. വിശദീകരണമെല്ലാം വേണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാം. അകത്തും പുറത്തും നന്നായി പ്രയോജനപ്പെട്ടൊരു ഭക്തനെ, ഒത്തിരി ഭക്തന്മാരെ നമുക്കറിയാം. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു പേര് പറയാമോ? യോസേപ്പ്. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ആ യോസേപ്പ് ഫലപ്രദമായൊരു വൃക്ഷമാണ്. അതിൻ്റെ കൊമ്പുകൾ എവിടെയാണ് പടരുന്നതെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. മതിലിന്മേൽ പടരുകയാണ്. അകത്തുള്ളവർക്കും ആ ഫലം ഇഷ്ടം പോലെ ആസ്വദിക്കാം. എനിക്ക് ഭയങ്കരമായ പ്രചോദനം നൽകിയിട്ടൊരു വാക്യമാണ് ഉൽപ്പത്തി 50-ൻ്റെ 21-ാമത്തെ വാക്യം. പേടിച്ച് വിറച്ച് വന്ന സഹോദരന്മാർ വന്നില്ല, ആളെ പറഞ്ഞയച്ചേ ഉള്ളൂ. അവരോട് പറയുന്ന ആ വാക്യം നമുക്കൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. യോസേപ്പിനെ കുറിച്ച് അവിടെ പറയുന്ന വാക്യം, ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞു. ഇതിൻ്റെ വ്യാപ്തി ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവർ മിസ്രൈമിൽ വരുമ്പോൾ തന്നെ അവർ എത്ര പേരുണ്ടായിരുന്നു? 70 പേര് അല്ലേ? ഇപ്പോൾ കുറേ വർഷം കഴിഞ്ഞപ്പോൾ നല്ല അനുകൂലമായ കാലാവസ്ഥയിൽ, സാഹചര്യത്തിൽ അവരെത്രയോ അധികം വർദ്ധിച്ചു. യോസേപ്പ് ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും. ഞാൻ ഈ വാക്യം വായിക്കുമ്പോൾ ഓർക്കാറുണ്ട്, ഒരു വീട്ടിൽ ഗുണമുള്ള ഒരാളുണ്ടായാൽ മതി. ഒരാൾ ഗുണമുള്ള ആളായാൽ ആ വ്യക്തിയിലൂടെ ആ കുടുംബവും അവരോട് ബന്ധപ്പെട്ട എല്ലാവരും അതിൻ്റെ നന്മ, വെളിച്ചം ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് നമുക്ക് എല്ലാവർക്കും ഈ കാര്യത്തിൽ നമുക്ക് യോസേപ്പിനെ മാതൃകയാക്കാം. യോസേപ്പ് ഇങ്ങനെയൊക്കെ ജീവിച്ച എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. പക്ഷേ ഇന്നും നമ്മൾ ആ ചരിത്രം വായിച്ച് ആവേശം ഉൾക്കൊള്ളുകയല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ തലമുറയിലാണല്ലോ ഇത് പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ തലമുറയിൽ ഈ വലിയ ഉൾക്കാഴ്ചയോടുകൂടി ജീവിക്കാം. യോസേപ്പ് പുറത്തുള്ളവർക്ക് എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അന്ന് ചുറ്റുപാടുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ആളുകൾ വന്ന് ജീവരക്ഷയ്ക്ക് വേണ്ടുന്നതായ ആഹാരം വാങ്ങിക്കൊണ്ടുപോയി കഴിച്ചു. യോസേപ്പിൽ നിന്ന് അനുഭവിച്ച നന്മ. നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ എത്ര വ്യക്തമാണ്. വെളിച്ചം വീടിനകത്ത് പ്രകാശിക്കട്ടെ. വെളിച്ചം
അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ഗുരുനാഥൻ നൽകിയിട്ടുള്ള ഈ കൽപ്പനയെ ശിരസാവഹിച്ച് നമുക്ക് നല്ല കൊച്ചു ജീവിതം ആ ഉൾക്കാഴ്ചയോടുകൂടി പ്രയോജനപ്പെടുത്തേണ്ടതിന് സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.